ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും റിഞ്ചാസ് കിച്ചൺ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പാൽപ്പുട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് ഞാൻ ഉണ്ടാക്കിയത് മക്കൾ സ്കൂളിൽ നിന്ന് വരുമ്പോഴേക്കാണ്. ബ്രേക്ക്ഫാസ്റ്റായും ഡിന്നറായും സ്നാക്സായും എല്ലാം തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പി കൂടിയാണിത്. പാൽപ്പുട്ട് ഉണ്ടാക്കാൻ വേണ്ടി വേണ്ടുന്ന സാധനങ്ങൾ ഇതെല്ലാമാണ്. അതെന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. 400 ഗ്രാം അരിയാണ് എടുത്തത്. ഒരു തേങ്ങ, ഒരു കപ്പ് വെള്ളം, ചെറു ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ടാണ് വെള്ളം ഉണ്ടാക്കിയത്. അതേപോലെ തന്നെ 2 ചെറിയ ക്യാരറ്റ്, 3 സ്പൂൺ പാൽപ്പൊടി, 2 സ്പൂൺ നെയ്യ്. ആദ്യം തന്നെ അരിപ്പൊടി ചെറു ചൂടുവെള്ളത്തിൽ ഉപ്പിട്ട വെള്ളമാണിത്. ഈ വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. 10 മിനിറ്റ് ഇത് മിക്സ് ചെയ്ത് വെക്കണം. അത് നമുക്ക് അടച്ചു വെക്കാം. ഇതൊരു സ്വീറ്റ് റെസിപ്പിയാണ്. ഇത് പിന്നെ വേണ്ടത് 2 സ്പൂൺ പഞ്ചസാരയാണ്. അത് പഞ്ചസാര നിർബന്ധമില്ല. ഡയബറ്റീസ് ഉള്ളവർക്ക് അത് ഒഴിവാക്കാം. കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ പഞ്ചസാര ചേർത്ത് തന്നെ ഉണ്ടാക്കണം. നല്ല ടേസ്റ്റാണ്. പഞ്ചസാര ചേർത്ത് ഉണ്ടാക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഇതിന്. പിന്നെ ലഞ്ചെല്ലാം കഴിഞ്ഞ് ക്ലീനിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിത് ഉണ്ടാക്കിയത്. ഞാൻ പറഞ്ഞല്ലോ ആദ്യം മക്കൾ സ്കൂളിൽ നിന്ന് വരുമ്പോഴേക്കാണ് ഉണ്ടാക്കിയത് എന്ന്. സ്റ്റവ് ഓണാക്കി ഒരു പാൻ അടുപ്പത്ത് വെക്കുക. അതിൽ 2 സ്പൂൺ നെയ്യ് ഒഴിക്കുക. നെയ്യാണ് ഒഴിക്കേണ്ടത്. നെയ്യൊന്ന് ചെറുതായി മെൽട്ടായി വന്നാൽ നാം എടുത്തു വെച്ച കോക്കനറ്റിൽ നിന്ന് പകുതി കോക്കനറ്റ് ഇടുക. ചെറുതായി മൂപ്പിച്ചെടുക്കുക. നന്നായി മൂത്ത് വരികയൊന്നും വേണ്ട. തേങ്ങ കളർ ചേഞ്ചൊന്നും ആകണ്ട. അതിനുശേഷം നാം എടുത്തു വെച്ച പഞ്ചസാരയുണ്ടല്ലോ, അതും അതിലേക്ക് ചേർക്കുക. അതും കൂടി നന്നായി മിക്സ് ചെയ്യുക. അതിനുശേഷം സ്റ്റവ് ഓഫ് ചെയ്യുക. ഇങ്ങനെ ഉണ്ടാക്കിയപ്പോഴാണ് നല്ല ടേസ്റ്റ് തോന്നിയത്. ഇതൊന്നും ചെയ്യാതെ ഞാൻ അരിപ്പൊടിയിൽ ഇതെല്ലാം ചേർത്തുണ്ടാക്കിയിരുന്നു. അത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. ഇതേപോലെ ചെയ്തപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നത്. സ്റ്റവ് ഓഫാക്കിയതിന് ശേഷം ക്യാരറ്റ് ചേർത്ത് കൊടുക്കുക. ക്യാരറ്റ് നന്നായി മിക്സ് ചെയ്യുക. എന്തിനാണെന്ന് സ്റ്റവ് ഓഫാക്കിയത്? ക്യാരറ്റിൻ്റെ കളർ മാറിപ്പോകും. ഇത് തണുക്കാൻ വേണ്ടി വെക്കുക. അതിനുശേഷം നാം കുഴച്ച് വെച്ച അരിപ്പൊടി ഉണ്ടല്ലോ, അരിപ്പൊടി ഇതേപോലെയാണ് വേണ്ടത്. കട്ടയൊന്നുമില്ലാതെ ഇതേപോലെ നല്ല അരിപ്പൊടിയായി കിട്ടിയിട്ടുണ്ട്. ഇതേപോലത്തെ നമ്മൾ സാധാ പുട്ട് തയ്യാറാക്കുമ്പോൾ കുഴക്കുന്നത് പോലെ കുഴക്കരുത്. അത്ര വെള്ളം ഒഴിക്കരുത്. എന്താണെന്ന് വെച്ചാൽ ഈ ക്യാരറ്റിൻ്റെയും തേങ്ങയുടെയും എല്ലാം അതിൻ്റെ എല്ലാം വെള്ളവും ഉണ്ടാകുമല്ലോ. അതിനുശേഷം നാം എടുത്തു വെച്ച പാൽപ്പൊടി ഉണ്ടല്ലോ, അത് അതിലേക്ക് ചേർത്ത് അതും മിക്സ് ചെയ്യുക. അപ്പോഴേക്ക് തന്നെ നാം ഉണ്ടാക്കി വെച്ച ക്യാരറ്റും തേങ്ങയും കൂടി ഉണ്ടാക്കി വെച്ച മിക്സ് തണുത്തിട്ടുണ്ട്. അതും അതിലേക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. തണുത്തതിന് ശേഷമേ ചേർക്കാവൂ. പിന്നെ പാൽപ്പൊട്ടി എന്നാണല്ലോ പറയുന്നത്. പാൽപ്പൊടി ചേർക്കുന്നില്ലെങ്കിൽ പാൽ ചേർത്ത് കൊടുക്കുക. 1 ഗ്ലാസ് പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. വെള്ളം ചേർത്ത് മിക്സ് ആക്കുന്നതിന് പകരം പാൽ ചേർത്ത് മിക്സ് ആക്കിയാൽ മതി. ഞാൻ ഉണ്ടാക്കി വെച്ച മിക്സ് മുഴുവനും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അരിപ്പൊടിയിലേക്ക്. ഇതേപോലെയാണ് ഉണ്ടാവുക. അടുത്തതായി നമുക്ക് പുട്ട് ചുട്ടെടുക്കാം. നമ്മൾ സാധാ പുട്ട് ഇടുന്നതില്ലേ, അതേപോലെ പുട്ട് ആദ്യം തേങ്ങ ഇടുക, അതിനുശേഷം ഈ മിക്സ് ഇടുക, അതിനുശേഷം തേങ്ങ ഇടുക, എന്നിട്ട് ഈ മിക്സ് ഇടുക. അങ്ങനെ നമുക്ക് പുട്ടുണ്ടാക്കിയെടുക്കാം. ഇതിനു വേണ്ടിയാണ് ആദ്യമേ നമ്മൾ പകുതി തേങ്ങ അവിടെ ബാക്കി വെച്ചത്. ഞാൻ നന്നായി തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സാധാ പുട്ടുണ്ടാക്കുമ്പോൾ തേങ്ങ നല്ലവണ്ണം ചേർത്ത് കൊടുക്കും. നിങ്ങൾക്ക് ആവശ്യത്തിന് തേങ്ങ വേണ്ടെങ്കിൽ ആവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മതി. അങ്ങനെ ഒരു പ്രാവശ്യം ചുട്ടെടുത്തു. അതേപോലെ തന്നെ അങ്ങനെ ആ നെയ്യുടെയും പാൽപ്പൊടിയുടെയും ക്യാരറ്റിൻ്റെയും പഞ്ചസാരയുടെയും മധുരവും ആ നെയ്യിൽ വറുത്തെടുത്ത തേങ്ങയുടെ രുചിയും എല്ലാം കൂടെ നല്ല ടേസ്റ്റിയായിരുന്നു. കറികളൊന്നും തന്നെ വേണ്ട. ചില കുട്ടികൾ പുട്ട് കഴിക്കുകയില്ല. പുട്ട് കഴിക്കാത്ത കുട്ടികളും നല്ലവണ്ണം കഴിക്കും. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെ അസ്സലാമു അലൈക്കും. എല്ലാവരും വീഡിയോ ഫുൾ കണ്ട് സപ്പോർട്ട് ചെയ്യുക.